ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇന്ന് എക്സ്പോണൻഷ്യൽ നമ്പേഴ്സ് വിത്ത് എക്സ്പോണൻസ് 0 ഇതാണ് ചെയ്യാൻ പോകുന്നത്. അതായത് പവറായിട്ട് 0 വന്നാൽ എന്തായിരിക്കും ആൻസറിന്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. 3^5/3^5. ഇപ്പോൾ വലിയ പിള്ളേർ, നിങ്ങളിപ്പോൾ 7th ആയുള്ളൂ, ഇച്ചിരൂടെ ആയി കഴിയുവാണെങ്കിൽ പെട്ടെന്ന് ഇത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യുന്നവരുണ്ടാകും കേട്ടോ. കട്ട് ചെയ്തിട്ട് ആൻസർ 1 അങ്ങ് എഴുതും ഒറ്റയടിക്ക്. ഇതെങ്ങനെ വന്നു എന്ന് നമുക്കറിയണ്ടേ? ശരിയാണ്, 1 ആണ് ആൻസർ. ഇതെങ്ങനെ വന്നു എന്ന് അറിയണമെങ്കിൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാവേ. 3^5/3^5 എന്നാണെങ്കിൽ 3 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അർത്ഥം? 3 5 ടൈംസ് ഉണ്ടെന്ന് അല്ലേ? അപ്പൊ ഞാൻ ഒന്ന് എഴുതുവാണേ. 3 മേളിലും 5 ടൈംസ് ഉണ്ട്, താഴെ എന്നാ ഉണ്ട്? 5 ടൈംസ്. കണ്ടോ? നമുക്കറിയാം മേളിലും താഴെ സെയിം സംഖ്യകൾ വന്ന് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഈ 3 കട്ടായി, ഈ 3യും ഇത് രണ്ടും കട്ടായി. ബാക്കി ഇനി എന്നാ ഉണ്ട്? ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മേളിലും താഴെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് അവിടെ കിട്ടുന്നത്. ഇതെല്ലാം 1 ആണ് കിട്ടുന്നത്. മേളിലും 1 കിട്ടും, താഴെ 1 കിട്ടും. 1/1 എന്ന് പറഞ്ഞാൽ ആൻസർ തന്നെയാണ് 1 ആണ് ആൻസർ. നമുക്ക് കിട്ടിയല്ലോ. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഇപ്പം 3/5/3/5 1 ആണ് ഞാൻ ആദ്യം ചെയ്തപ്പോൾ കിട്ടിയത്, പെട്ടെന്ന് കിട്ടിയത്. ഇനി ഇത് നമുക്കൊന്ന് എക്സ്പോണൻഷ്യൽ ഫോമിൽ, നമ്മളിപ്പോൾ ഇത് എക്സ്പോണന്റ് ആണല്ലോ, എക്സ്പോണൻഷ്യൽ ഫോമിൽ ചെയ്താൽ തന്നെ ആൻസർ കിട്ടുമെന്ന് നോക്കിയാലോ. നോക്കിയേ, 3^5/3^5 എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഐഡന്റിറ്റി ആണ്. എത്രാമത്തെ? സെക്കൻഡ് വൺ. നോക്കിയേ, ബേസ് രണ്ടും സെയിം ആണ്, ആണോ? ഇവിടെ പവറും സെയിം ആണ്, അതായത് എക്സ്പോണന്റ് സെയിം ആണ്. ഇപ്പൊ നമ്മൾ ആദ്യം ഇത് നോക്കിയാൽ മതി. ബേസ് തമ്മിൽ സെയിം ആണ്. ബേസ് തമ്മിൽ സെയിം ആണെങ്കിൽ a/m/a/n=a/m-n. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഒന്ന് ചെയ്തേ. ഇതെത്ര വരും? ബേസ് ആദ്യം എഴുതി, പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്തു അല്ലെ? പവേഴ്സ് ബൈ മൈനസ്. അപ്പൊ എന്നാ വരും? 3/5 പോയി എത്രയാണ്? 0. 3/0. ആൻസർ എന്നാ കിട്ടിയേ? 3/0. നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ എന്നാ കിട്ടി? 1. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്നാ കിട്ടി? 3/0. അതിന്റെ അർത്ഥം 3/0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്നാണ്? 1 എന്നാണ് അർത്ഥം. അതായത് അപ്പൊ ഇത് കിട്ടിയില്ലേ? ഓക്കെ, നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അടുത്തതും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് വന്നാൽ മതിയല്ലോ. ഇത് ശരിയാണ് അങ്ങനെ മതിയല്ലോ. ഇപ്പൊ സെക്കൻഡ് വൺ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിയേ, 7/3/7/3. അപ്പൊ 7 എത്ര പ്രാവശ്യം ഉണ്ട്? 3 ടൈംസ് മേളിലും താഴെ. നമ്മൾ മുമ്പത്തെ പോലെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ആൻസർ 1 എന്ന് കിട്ടി. നമ്മൾ ഇനി നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമില്, അതായത് എക്സ്പോണൻഷ്യൽ ലോസ് വെച്ച് നമ്മൾ ചെയ്യുവാണ്. ഇതന്നെയാണ്, ബേസ് രണ്ട് സെയിം ആണ്. അവിടെ a/m/a/n ഫോമുല എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. a/m-n. ഇനിയിപ്പോ നമ്മള് കുറെ എക്സാമ്പിൾസ് ചെയ്യും. അപ്പൊ ഇത് 2, 3 ലോസ് ഒരുമിച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ട ഉടനെ, ഒരു എക്സ്പെരിമെന്റ് കണ്ട ഉടനെ നിങ്ങൾ പറയണം അവിടെ ഏത് ലോ അപ്ലൈ ചെയ്യുമെന്ന്. അതിനുവേണ്ടി ഒന്നുമില്ല, ബേസ് നോക്കുക അല്ലെങ്കിൽ പവേഴ്സ് നോക്കുക. നമുക്ക് അപ്പൊ ഏത് ലോ അവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ 2 ബേസ് തമ്മിൽ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്നാ എഴുതും? 7/m-. അപ്പൊ 3 - 3 that is 7/0. നമുക്ക് അല്ലാതെ ചെയ്തപ്പോൾ 1 ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം ഇവിടെ 7/0 ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം 7/0 എന്ന് പറഞ്ഞാൽ എന്നാണ്? 1 എന്നാണ്. മനസ്സിലായോ? എന്നാ അടുത്ത ഒന്നുകൂടെ ചെയ്ത് നോക്കിയേ. a/3/a/3. അപ്പം ഇതുപോലത്തെ തന്നെ വരും അല്ലേ? 3 ടൈംസ് മേളിലും താഴെ. അപ്പൊ എന്നാണ്? കട്ട് ചെയ്തേ, കണ്ടോ? അപ്പൊ എന്നാ വന്നു? 1 എന്ന് കിട്ടി. അല്ലാതെ നമ്മൾ നമ്മുടെ എക്സ്പോണന്റ് ലോ അനുസരിച്ച് ചെയ്ത് നോക്കിയേ. a/3/a/3 എന്ന് പറഞ്ഞാൽ a/3 - 3. ഏത് അപ്ലൈ ചെയ്തത്? a/m/a/n=a/m-n ആണ്. കാരണം ബേസ് തമ്മില് സെയിം ആണ്. a ആണ് ബേസ്. അപ്പം a/0 കണ്ടോ? മുമ്പത്തെ പോലെ തന്നെ കിട്ടി. അപ്പം ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്തപ്പോ 1 എന്നല്ലേ കിട്ടിയേ. അപ്പൊ a/0 എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും ആൻസർ? 1. അപ്പൊ ഇവിടെ നമ്മൾ പുതിയൊരു ലോ എന്ന് പറയാം. അതായത് ഒരു കോൺസെപ്റ്റ് ആണ്. a/0 എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. a/0 അത് എയുടെ സ്ഥാനത്ത് ഏത് ഇൻറ്റിജർ വേണേലും ആകാം. 7 ആകാം. 7/0 എന്ന് പറഞ്ഞാൽ പവർ 0 വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഖ്യക്ക് പവർ 0 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്നായിരിക്കും?
1 ആയിരിക്കും. ഇനി 100⁻0 എന്ന് പറഞ്ഞാലും ആൻസർ എന്നായിരിക്കും? 1 ആയിരിക്കും. 1000⁻0 എന്ന് പറഞ്ഞാലും എന്നായിരിക്കും? 1 ആയിരിക്കും. സംഖ്യ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇല്ല ബേസ് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, പവർ അതിന്റെ എക്സ്പോണന്റ് 0 ആണെങ്കിൽ, കണ്ടോ, എക്സ്പോണന്റ് 0 ആണെങ്കിൽ ആൻസർ എന്നായിരിക്കും? 1 ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുക. അതാണ് നമ്മുടെ a⁻0 = 1. പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് 0 വന്നാൽ ആൻസർ 1 ആയിരിക്കും. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിലൊക്കെ. ഇത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് നോക്കുന്നതൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. a⁻0 = 1. അതായത് പവർ 0 വന്നാൽ 1 ആയിരിക്കും ആൻസർ. ഓക്കെ മക്കളെ, ചെയ്ത് നോക്കുക എല്ലാവരും. താങ്ക് യു.